സുകുമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ഋഷിയെ ക്രൂരമായി തല്ലി താഴെയിടുന്നതിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അവനെ നെഞ്ചത്ത് ചവിട്ടിയ ശേഷം പ്രകാശ് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അമ്മയെ ഇനി പരലോകത്ത് വെച്ച് കാണാൻ സാധിക്കുന്നെന്ന് പ്രകാശ് പറയുന്നു. തുടർന്ന് അവിടെയുള്ള തന്നെ ഗുണ്ടയെ അടിച്ച് ഈ രാത്രി തന്നെ സംസ്ഥാനം വിട്ടുപോകാൻ പ്രകാശ് ഉത്തരവിടുന്നു. മകൻ വിളിച്ചതിൽ അരുന്ധതി ആദ്യം സമാധാനിച്ചെങ്കിലും ഫോണിലൂടെ കേട്ട മർദ്ദനത്തിന്റെ ശബ്ദം അവരെ ഭയപ്പെടുത്തുന്നു. ദേവികയുടെയും ശാരികയുടെയും പ്ലാനാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. തങ്ങളുടെ പ്ലാനുകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ദേവികയും ശാരികയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരുന്ധതിയുടെ ഫോൺ കോൾ വരുന്നു. തന്റെ മകനെ ഉപദ്രവിക്കരുതെന്ന് എസ്തപ്പാനോട് പറയാൻ അരുന്ധതി ദേവികയോട് കരഞ്ഞു യാചിക്കുന്നു. എന്നാൽ തങ്ങൾ ഋഷിയെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് ദേവിക വ്യക്തമാക്കുന്നു. ഋഷി എവിടെ നിന്നോ തന്നെ വിളിച്ച് കരഞ്ഞ കാര്യം അരുന്ധതി പറയുമ്പോൾ ശാരിക ഫോൺ കട്ട് ചെയ്യുന്നു. നന്ദനെ പോലെ ഋഷിയെയും മറ്റാരോ ആണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ശാരിക മനസ്സിലാക്കുന്നുണ്ട്. സിദ്ധുവിന്റെ വാക്കുകളും പ്രഭാവതിയുടെ വിഷമവുമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. നന്ദനെ പോലെ തോന്നുന്നുവെന്നും ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെന്നും പ്രഭാവതി പറയുന്നുണ്ട്. ഈ ജീവിതം അവസാനിച്ചാൽ മതിയെന്നും മരണമാണ് ഇതിനേക്കാൾ നല്ലതെന്നും അവർ പറയുമ്പോൾ സിദ്ധുവിന് ആകെ സങ്കടമാകുന്നു. പ്രഭാവതി ഇല്ലാത്ത ഈ ലോകത്ത് തനിക്കും ജീവിക്കേണ്ടെന്നും താനും കൂടെ വരുമെന്നും സിദ്ധു പറയുമ്പോൾ പ്രഭാവതി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നു. എസ്തപ്പാന്റെ വീട്ടിൽ കെവിൻ എത്തുന്നു. ഋഷിയും നന്ദനും എസ്തപ്പാന്റെ വീട്ടിലുണ്ടാകുമെന്ന നിഗമനത്തിൽ കെവിൻ അവിടെ ബൈക്കിലെത്തുന്നു. ജനാലയിലൂടെ അവനെ കാണുന്ന ഏലിയമ്മച്ചി എസ്തപ്പാനോട് വിവരം പറയുന്നു. പുറത്തിറങ്ങുന്ന എസ്തപ്പാൻ കെവിന് 2 തല്ലു കൊടുക്കുന്നു. വെട്ടുകത്തിയെടുത്ത് അവനെ വെട്ടിക്കൊല്ലാൻ ഏലിയമ്മച്ചി ആക്രോശിക്കുമ്പോൾ ഭയന്നുപോയ കെവിൻ താൻ ദേവികയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന വലിയ അബദ്ധം വിളിച്ചു പറയുന്നു. ഇതോടെ എസ്തപ്പാനും ഏലിയമ്മച്ചിയും പെട്ടെന്ന് മട്ടുമാറി അവനെ സ്നേഹത്തോടെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് ഏലിയമ്മച്ചി അടുക്കളയിൽ പോയി രഹസ്യമായി ദേവികയെ വിളിച്ച് കെവിൻ വലയിൽ വീണ വിവരം അറിയിക്കുന്നുണ്ട്. അവന്റെ ലക്ഷ്യമെന്താണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ദേവിക ആവശ്യപ്പെടുന്നു. അവസാന രംഗത്തിൽ ഞെട്ടിക്കുന്ന ട്വിസ്റ്റോടെയാണ് കാണിക്കുന്നത്. ഋഷിയുടെ ജീവൻ അപകടത്തിലായതിനാൽ ഈ വിഷയം ഉടൻ തന്നെ മന്ത്രിതലത്തിൽ അറിയിക്കണമെന്ന് CP അരുന്ധതിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് അരുന്ധതി പെട്ടെന്ന് മറുപടി നൽകുന്നു. തൻ്റെ മകൻ ഒരു കുഴപ്പവുമില്ലെന്നും അവൻ ജീവനോടെ തന്നെ ഉണ്ടെന്നും അരുന്ധതി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ CP ആകെ അത്ഭുതപ്പെടുന്നു. ഈ സസ്പെൻസോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കെവിൻ എസ്തപ്പാന്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്നും അരുന്ധതിയുടെ ഈ മാറ്റത്തെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.